ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? അപ്പോൾ നമ്മൾ കാത്തിരുന്ന കുറേ കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ എസ് ഐയുടെ, നമ്മുടെ ആംഡ് പോലീസിൻ്റെ, അതുപോലെ അങ്ങനെ ഒരു 4-5 നമ്മുടെ കൺഫർമേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ടൈം വളരെ കുറച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഇട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ഇനിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. അതുപോലെ ലാസ്റ്റിലേക്ക് കൊണ്ട് വെക്കാതെ വേഗം തന്നെ കൺഫർമേഷനും കാര്യങ്ങളും കൊടുത്ത് തീർക്കുക. ഓക്കെ, ലാസ്റ്റിലേക്ക് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല സൈറ്റ് ബിസിന്നോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് അവസാനം കൊണ്ട് കൊടുക്കാൻ പറ്റാതെ ആവണ്ട. ഓക്കെ, അപ്പോൾ വേഗം തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുക. ഓക്കെ, അപ്പോൾ പഠിത്തമൊക്കെ എവിടം വരെ? ഇപ്പോൾ ഞാൻ ഇന്ന് നോക്കുന്നത് ഫിസിക്സ് ആണ് കേട്ടോ. ഫിസിക്സ് ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫിസിക്സ് കുറച്ച് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അന്ന് എഴുതി വെച്ചതോടുകൂടി അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ ഇന്ന് നോക്കുന്നത് ഫിസിക്സ് ആണ്. ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളായിട്ട് കുറച്ച് ഒരു ബ്രേക്ക് വരുന്നുണ്ട്. കുറച്ച് നമ്മൾ 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്നത് ഇപ്പോൾ ഡെയിലി ഒരു 4 hours പോലും ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല. കുറച്ച് കാര്യമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ പറ്റുന്ന കുറച്ച് സമയം പഠിക്കുന്നുണ്ട്. പോരാത്തതിന് ചൂടും എല്ലാം കൂടെ ശരിയാവുന്നില്ല. അപ്പോൾ പറ്റുമ്പോൾ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വേറൊരു കാര്യം എന്താ അറിയോ, നമ്മുടെ ഈ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പഠിക്കാനായിട്ട് എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് കമൻസിൽ ചോദിക്കുന്നുണ്ട്, അത് പഠിക്കേണ്ട കാര്യമുണ്ടോ, അതായത് റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണ്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PSC എന്ന് പറയുന്നത് റാങ്ക് ഫയൽ നോക്കിയിട്ടല്ല ചോദ്യ പേപ്പർ ഇടുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചില നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും അവകാശപ്പെടുന്നത് എന്താണ്, അതായത് ഞങ്ങളുടെ റാങ്ക് ഫയലിൽ നിന്നാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നത് അല്ലേ, ഞങ്ങളുടെ റാങ്ക് ഫയലിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന 92 ചോദ്യങ്ങളും ഞങ്ങളുടെ റാങ്ക് ഫയലിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ള കുറേ അവകാശവാദങ്ങളും കാര്യങ്ങളൊക്കെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ ബുക്സ് ഇതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയായിരിക്കാം. പക്ഷെ അത് എങ്ങനെയാണ് അറിയുമോ, അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ അത് ആലോചിക്കുന്ന സമയത്ത് ഇതാവുന്നത്, അതായത് ഒരു 5 ലക്ഷം ക്വസ്റ്റ്യൻസാണ് നമ്മുടെ റാങ്ക് ഫയലിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനതൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 5 ലക്ഷം ക്വസ്റ്റ്യൻസ് ഒരു റാങ്ക് ഫയലിൽ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് വെറും ഒരു 80 അല്ലെങ്കിൽ 75 ആയിരിക്കും. പോട്ടെ, ഒരു 90 ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് വെക്കുക. അപ്പം നമ്മൾ ഈ 5 ലക്ഷം ക്വസ്റ്റ്യൻസ് എന്ന് ഈ 80ഉം 90ഉം ക്വസ്റ്റ്യൻസ് നമുക്ക് ഓർത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇവർ ഈ പറയുന്നത് പോലെ തന്നെ എല്ലാ റാങ്ക് ഫയലിലും നമുക്ക് PSC എക്സാമുകളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു നല്ലൊരു വിഭാഗം ചോദ്യങ്ങളും എല്ലാ റാങ്ക് ഫയലിലും ഉള്ളത് തന്നെയാണ്. അപ്പം നമ്മളുടെ ഒരു സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കണം. അതായത് അത് കണ്ടുപിടിച്ച് ആവശ്യമുള്ളത് ഏതാണ്, ആവശ്യമില്ലാത്തത് ഏതാണെന്നുള്ളത് റിയലൈസ് ചെയ്തിട്ട് അതിനെ മാറ്റിയെടുത്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ PSC ഇപ്പോൾ എന്താണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ചോദിക്കുന്നത്, സോ ഇനി അങ്ങോട്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതായത് 2021 മുതൽ 24 വരെ PSC ഒരുപാട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാറ്റങ്ങൾ അറിഞ്ഞ് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇപ്പോഴത്തെ PSC ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ്, ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ഞാൻ എത്രയോ വർഷമായി, അതായത് 10-12 വർഷമായി ഞാൻ PSC പഠിക്കുന്നു, ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കത് ആക്ച്വലി കേട്ടപ്പോൾ അതിശയം തോന്നിയിട്ടോ. കാരണം ഇത്രയും വർഷം പഠിച്ചിട്ട് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യം എനിക്ക് എൻ്റെ മനസ്സിൽ വന്നു. റീസൺ വേറൊന്നുമല്ല, കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പർ സ്റ്റഡി മെത്തേഡ് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. ഓക്കെ, അത് നമ്മൾക്ക് എല്ലാവർക്കും ഇതൊരു പാഠം കൂടിയാണ്. അതായത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമ്മൾ ഇരുന്ന് പഠിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ എന്താണോ പഠിക്കേണ്ടത് എന്നുള്ളത് അറിഞ്ഞ് നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കും ഇതേ ഗതി തന്നെയാണ്. കാരണം 12ഉം 13ഉം ചിലപ്പോൾ 15ഉം വർഷം നമ്മളിരുന്ന് പഠിക്കേണ്ടതായിട്ട് വരും, അല്ലെ, ഏജ് ഓവർ ആവുന്നത് വരെ നമ്മളിരുന്ന് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഓരോ എന്താ പറയുക സക്സസ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവർ പറയുന്നത് എന്താണ്, നമ്മൾ ഒരു സ്മാർട്ട് സ്റ്റഡി അല്ലേ, അതായത് ഒരു ഹാർഡ് വർക്ക് എന്നുള്ളതിൻ്റെ അപ്പുറം വന്നിട്ട് PSCയിൽ വേണ്ടത് എന്താണ്, സ്മാർട്ട് വർക്കാണ് അല്ലേ. ഹാർഡ് വർക്കിനേക്കാളും വേണ്ടത് സ്മാർട്ട് വർക്കാണ്. അപ്പോൾ സ്മാർട്ട് വർക്ക് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് പഠിക്കുന്നതാണ് നമ്മുടെ PSCയിൽ വേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇതിൽ ജോലി കിട്ടിയിട്ട് സെറ്റിൽ ആവാനായിട്ട് പറ്റുള്ളൂ.
ഇപ്പം എൻ്റെ ഒരു എയിം അല്ലെങ്കിൽ ഇപ്പം ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഓക്കെ. അതിനപ്പുറം ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ 100% കൊടുത്ത് തന്നെ നമ്മൾ ചെയ്യുക. ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുക. ഓക്കെ. ആ ഇരുന്ന് പഠിക്കാതെ നമ്മൾ വെറുതെ എന്താ വിധി പോലെ നടക്കട്ടെ അല്ലെങ്കിൽ ദൈവം കൊണ്ട് തരും അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ അതിനൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നത് നാളെ ആലോചിച്ച് കഴിയുമ്പോൾ ഒരു റിഗ്രറ്റ് ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. അതായത് അന്ന് പഠിച്ചിരുന്നെങ്കിൽ അല്ലേ, നമ്മൾ സ്കൂളിലാണെങ്കിലും ശരി കോളേജിലാണെങ്കിലും ശരി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എക്സാമിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം ആണെങ്കിൽ റിസൾട്ട് വരുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ 10th പ്ലസ് ടുവിൻ്റെയൊക്കെ ആണെങ്കിൽ സമയത്ത് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഓണപ്പരീക്ഷ ക്രിസ്മസ് പരീക്ഷ പോലുള്ള എക്സാംസ് കഴിയുന്ന സമയത്ത് നമുക്ക് എന്താ നമ്മുടെ ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് വരുന്നൊരു റിഗ്രറ്റ് ഉണ്ടാവില്ല. അതായത് നമ്മുടെ അപ്പുറത്തുള്ള ആൾക്ക് നമ്മളെക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു സങ്കടമോ റിഗ്രറ്റോ എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു അങ്ങനൊരു സംഭവം നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവില്ല നമ്മുടെ ലൈഫിൽ. അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. എന്നാൽ കൂടി പിന്നീട് ആലോചിക്കുന്ന സമയത്ത് ആ ഒരു റിഗ്രറ്റ് വരാൻ പാടില്ല. ഇത് PSC എന്ന് പറയുന്നതാണല്ലേ. അപ്പോൾ ഈ PSC എന്ന് പറയുമ്പോൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനെയും പോലെ തന്നെയാണ് ഏജ് ഓവർ എന്ന് പറയുന്ന കാര്യം ഇതിനും ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ സൗകര്യത്തിനും പഠിക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് വർഷവും സമയവും കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും ആ ഒരു തോട്ട് നിങ്ങളുടെ ചിന്തയിലോട്ട് വരാതിരിക്കട്ടെ. ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു എക്സാം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് പഠിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ. അല്ലാതെ നാളെ ആവട്ടെ എന്നുള്ള ആ ഒരു ചിന്താഗതി ആദ്യം മാറ്റുക. അത് മാറ്റിയാൽ തന്നെ നമ്മൾ പകുതി ലൈഫിൽ നമ്മൾ ഓക്കെ ആവും. ഓക്കെ. അപ്പോൾ നമ്മളിത് മനസ്സിലായി നമുക്ക് ഓക്കെ ഈ ഒരു ജോലി നമുക്ക് വേണം, നമ്മുടെ ഫാമിലി സെറ്റിൽഡ് ആവണം. ഓക്കെ. അപ്പോൾ ഇനി PSC ജോലി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഫാമിലി എന്നുള്ളൊരു ഇതിൽ ആ ഒരു സർക്കിളിൽ നിൽക്കുന്നവരായിരിക്കില്ലേ. ഒന്നില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ കല്യാണം കഴിച്ചവർ കുട്ടികളുള്ളവർ. അപ്പോൾ മക്കളുടെയൊക്കെ നാളത്തെ ഭാവിക്ക് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ അച്ഛനും അമ്മൻ്റെയും സന്തോഷം, വീട്, വണ്ടി ഇല്ലേ, ഇതൊക്കെ തന്നെയായിരിക്കും ഒരു ഇതായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് അപ്പോൾ ചെയ്യേണ്ടത്? നമ്മൾ നല്ലൊരു സമയം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സമയം കൊടുത്ത് പഠിക്കുന്ന സമയത്ത് മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ടും അതുപോലെ തന്നെ 100% കൊടുത്ത് പഠിക്കുക. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നിൽക്കാതിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയും നമ്മളൊരു 3 മാസം പഠിക്കും, നമ്മൾ നിർത്തിയിട്ട് പോകും. എന്നിട്ട് ഞാൻ പറയുകയാണ് എനിക്കിത് പറ്റുന്നില്ല, എനിക്കിത് വയ്യ, ഞാൻ നിർത്തുകയാണെന്ന് പറയുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ 4 മാസമോ അത് ഓൾറെഡി പോയി കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം ലൈഫിൽ ആ ഒരു 4 മാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വല്ല കാര്യവും ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അത് നേടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിലോട്ട് ഇറങ്ങുക. അതില്ല എന്നുണ്ടെങ്കിൽ അതിലോട്ട് ഇറങ്ങാതിരിക്കുക. അതുപോലെ തന്നെയാണ് PSCയുടെ കാര്യം. ഈ 10, 12, 15 വർഷം എന്നൊക്കെ പഠിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ എങ്ങനെ പറയില്ല, ഹൗ ഇസ് ദാറ്റ് പോസിബിൾ എന്ന് പറയില്ലേ, ആ ഒരു ഇതാണ് എനിക്കിപ്പോൾ വരുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മുടെ 100% കൊടുത്തിട്ട് തന്നെ പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ന്യൂ സ്ട്രാറ്റജി, ഇപ്പോൾ ഞാൻ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജി എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും പഠിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ടൈം ടേബിൾ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആക്കണം. ഓക്കെ. ടൈം ടേബിൾ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടൈം കിട്ടുമെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ വിചാരിച്ചിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ കുറച്ചുകൂടെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇനിയുള്ളത് എനിക്ക് ഈ ഒരു വർഷം എന്തായാലും പ്രോപ്പറായിട്ട് ഇതിന് യൂസ് ചെയ്യണം. അതായത് ഈ ഒരു PSC എക്സാംസിന് വേണ്ടിയിട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിന് ഞാൻ എന്തായാലും 100% കൊടുത്ത് തന്നെ ഞാൻ പഠിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ആഫ്റ്റർ എന്താണ് എന്നുള്ളത് ഞാൻ ചിന്തിക്കാനായിട്ട് പോകുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകും, പഠിക്കും, വരും, പിന്നെയും പോകും, പിന്നെയും പഠിക്കും, പിന്നെയും വരും, ആ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും അതില്ല. ഇനി ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സാം കഴിയുന്നത് വരെ അതിന് പഠിക്കും. നെക്സ്റ്റ് എക്സാം വരുന്ന സമയത്തും അതുപോലെ തന്നെ ചെയ്യും. അങ്ങനെയാണ് ഇനിയിപ്പോൾ ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം. ഒരെണ്ണം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിർത്തിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയായിരിക്കരുത്. കിട്ടിയില്ലെങ്കിൽ വേണ്ട, നമുക്ക് അടുത്തത് നോക്കാം. ആ ഒരു ഇതിലോട്ട് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ. കാരണം നമുക്ക് എക്സാംസ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിൽ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിർത്തിയിട്ട് പോകാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. ഓക്കെ.
എപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോണ്ടല്ലോ കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയിട്ടൊന്നും ആയിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ ഇതാ എക്സാമിൻ്റെ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഹെൽത്ത് ഇപ്പോൾ ഭയങ്കര വീക്കാണ്. എനിക്കിപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നമ്മൾ ഒരുപാട് വീക്കാവും. വീക്കാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കതെന്തോ ഞാൻ പഠിക്കാനിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാതെ നോക്കുക. ഓക്കെ, ഒരു മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് വരുന്ന സാധാരണ പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും വരുന്നത്. അപ്പോൾ അത് പഠനത്തെ ബാധിക്കാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഹൗസ് വൈഫ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വേണ്ട. കാരണം സമയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ സമയം ഏതാണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ സമയം ഏതാണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എത്രയോ സ്ട്രഗിൾ ചെയ്തിട്ട് വരുന്ന വുമൻസ് ഉണ്ട് അല്ലേ. എത്രയോ നമ്മൾ ഓരോ മോട്ടിവേഷൻ വീഡിയോ ആണെങ്കിലും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെ സക്സസ് സ്റ്റോറി കാണുകയാണെങ്കിൽ നമ്മൾ അതിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ് ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോരുത്തർ വന്ന് അവരുടെ എന്താ കഥകൾ പറയുന്നത്. സോ നമ്മൾ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നമുക്ക് അത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം പഠിച്ച് തന്നെ മുന്നോട്ട് നമ്മൾ പോവുക. ഓക്കെ, അപ്പം എല്ലാ സാർമാരും എല്ലാവരും പറയുന്നത് പോലെ ഒരു ബിഗിനറായിട്ടില്ലാത്ത ഒരാൾ, അതായത് എന്തെങ്കിലും PSCയെ കുറിച്ച് എന്തെങ്കിലും അറിയും എന്ന് ഒരു ഇതുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് 6 മാസം കൊണ്ട് ഈ PSC ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ സിലബസ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഇതൊക്കെ ടഫാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കുന്നുണ്ടല്ലോ. നമ്മളപ്പോൾ ഈ UPSCയുടെ എന്താ അവരുടെ സിലബസും അവരുടെ ഇതും എല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അതും ഇതിൻ്റെയൊക്കെ 100 മടങ്ങ് കടുകട്ടിയായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ത്യ മുഴുവൻ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അപ്പോൾ IAS IPS ഒക്കെ ആവുന്നവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഓരോരുത്തർക്കും എന്താ പറയുക, എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ആരും അത്ര എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നും അല്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതിനെല്ലാം തരണം ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഈ സമയത്ത് ഈ UPSCയുടെ ഇൻ്റർവ്യൂസ് ഉണ്ടാവില്ലേ, UPSCയുടെ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മോക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും നമ്മുടെ യൂട്യൂബിലൊക്കെ. അത് ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ അവർ ഓരോ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതി, അതുപോലെ അവരുടെ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ചോദ്യങ്ങൾ, ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംസാര രീതി, അവരുടെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി, ഇതൊക്കെ എനിക്ക് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാണുന്ന സമയത്ത്. ഓക്കെ, അത് കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാൽ കൂടി അത് ഭയങ്കര മോട്ടിവേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഈ UPSCയുടെ ഇതൊക്കെ ഇരുന്ന് ഞാൻ കാണുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്ന് കാണുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ അതിലോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ ഇതുപോലെയൊക്കെ ഇടയ്ക്ക് കാണുന്നതൊക്കെ നല്ലത് തന്നെയാണ്. കാരണം നമ്മളെന്താണെന്നുള്ളതും നമ്മുടെയൊക്കെ പഠിത്തം എവിടം വരെ എത്തിയിട്ടുള്ളൂ എന്നുള്ളതും നമ്മളെ നമുക്ക് നോക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതുപോലുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ ഈ പഠിക്കുന്നതൊന്നും അല്ല എന്നുള്ളത്. ഡ്രീം ചെയ്യുന്ന ഒരു കാര്യം എന്താ അറിയോ, അതായത് എന്താ പറയുക, ഇപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ റൺ ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു ഡ്രീം ചെയ്തിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ നമ്മുടെ പല ചാനൽസിലും കാണുന്നുണ്ടാവില്ല. അതായത് അവരുടെ സക്സസ് സ്റ്റോറി വന്ന് പറയുക, അതുപോലെ അവർ ഉപയോഗിച്ച സ്റ്റഡി സ്ട്രാറ്റജി, മെത്തേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയുക, അതുപോലെ അവർ ഉപയോഗിച്ച ബുക്സ് ഏതാണെന്നുള്ളത് പറയുക, അതുപോലെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫാമിലിയുടെ റിയാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ആ മൊമെൻറ്റിൽ നമ്മളുടെ ആ ഒരു ഹാപ്പിനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പം നമുക്കത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര രസമായിരിക്കും. അപ്പം നമ്മൾ ആ ഒരു മൊമെൻറ്റ് ഇങ്ങനെ നമ്മൾ മനസ്സിലിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഭാവിയിൽ അത് നേടുന്ന സമയത്ത് അപ്പോൾ നമുക്കുണ്ടാകുന്ന ഫീൽ എന്താണെന്നുള്ളത് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇതുപോലുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് തന്നെ പഠിക്കുക. കാരണം സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്വപ്നങ്ങൾ കണ്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെയൊക്കെ മോട്ടിവേറ്റഡ് ആവും നമ്മൾ. അതുപോലെ പഠിക്കുന്ന സമയത്ത് ഒരു എന്താ നമ്മുടെ എക്സാമിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി ഒട്ടിക്കാനായിട്ട് നമ്മൾ നോക്കുക കേട്ടോ. എഴുതി ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് എക്സാമിനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത എയിം എന്താണ്, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ രാവിലെ കിടന്ന് എണീക്കുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളത് കണ്ടിട്ട് വേണം നമ്മൾ എണീക്കാനായിട്ട്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് അതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് നമ്മളെ സ്വയം മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ രസമായിരിക്കും. നമുക്കങ്ങനെ എങ്ങനെ പറയില്ലേ, നമുക്ക് രസിച്ച് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് മെമ്മറിയിൽ നിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ
എല്ലാവരും പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ ഡെഫിനറ്റ്ലി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും പഠിത്തമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ കൺഫർമേഷനും കാര്യങ്ങളും ലാസ്റ്റത്തേക്ക് കൊണ്ട് വെക്കാതിരിക്കുക, വേഗം കൊടുത്തു തുടങ്ങുക. ഓക്കെ, എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ടൈം ടേബിൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആക്കാനായിട്ട് പോവുകയാണ് ഇന്ന് മുതൽ. ഓക്കെ, അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.